മൈൻഡ് വെൽനസ് ക്ലിനിക്, കടക്കൽ ടവർ, നെടുമ്പൈൻകുളം, കുണ്ടറ. കോൺടാക്ട് നമ്പർ 7907604850. ഗ്രോസ് സെൽഫിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തോമസ്. അതായത് ലൈംഗിക വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്നും നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ അത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതായത് ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ടോ ലൈംഗികപരമായ തീവ്രതയ്ക്ക് വേണ്ടിയിട്ടോ എതിർലിംഗത്തിൽപ്പെട്ടവരുടെ ശരീരഭാഗങ്ങളോടോ അല്ലെങ്കിൽ അവർ ധരിക്കുന്ന പ്രത്യേകതരം വസ്ത്രങ്ങളോടോ തോന്നുന്ന ഒരു ആകർഷണം, അതിനെ നമ്മളിവിടെ പദാർത്ഥാനുരാഗം അഥവാ ഫെറ്റിഷിസം എന്നാണ് വിളിക്കുക. അതായത് ഈ ശരീരഭാഗങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ലൈംഗിക പ്രാധാന്യമില്ലാത്ത ശരീരഭാഗങ്ങൾ, അതായത് കണങ്കാലുകൾ, സ്ത്രീകളുടെ പാദങ്ങൾ, നിതംബം തുടങ്ങിയ ശരീരഭാഗങ്ങളോട് പ്രത്യേകമായ ഒരു അഭിനിവേശം തോന്നുകയും അത് നിരന്തരമായിട്ട് അവരെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലായിട്ട് അത് അവരുടെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ് ഈ ശരീരഭാഗങ്ങളോട് തോന്നുന്ന ഒരു ആകർഷണം എന്ന് പറയുന്നത്. വസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ അടിവസ്ത്രങ്ങളോടാണ് ചിലർക്ക് അമിതമായ ആവേശം വരുന്നത്. ഈ അടിവസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഉപയോഗിക്കുന്ന തുവാലകൾ, ചെരുപ്പ്, ഷൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി, ഒരു ഉത്തേജനം, ഒരു വികാര തീവ്രത ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ചിലർ അവരുടേതായ വസ്ത്രങ്ങളെടുത്ത് ധരിക്കുവാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അവർ കാണാതെ തന്നെ സ്ത്രീകളുടെ വസ്ത്രങ്ങളെടുത്ത് ധരിച്ച് അതിൽ നിന്ന് ഉത്തേജനം പ്രാപിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ വസ്ത്രങ്ങളിലുള്ള ഗന്ധം ആസ്വദിക്കാനായിട്ട് ഇവർ പ്രത്യേകത ഒരു താല്പര്യം കാണിക്കാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ഉത്തേജനം ലഭിക്കാൻ സാധിക്കും. ഇത് ലഭിക്കാതെ വരികയാണെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വസ്ത്രങ്ങളൊക്കെ മോഷ്ടിക്കാൻ തയ്യാറാകും. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും അത് മോഷ്ടിച്ച് ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ്. അപ്പോൾ ഈ ശേഖരിക്കുന്ന ഇവരുടെ അടിവസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ട് അത് ഉപയോഗിച്ച് അവർ നിരന്തരമായി ഒരു ലൈംഗിക ഉത്തേജനം നേടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൂടുതലും വിവാഹിതരായ പുരുഷന്മാരിലാണ് അധികം കണ്ടുവരുന്നത്. ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ മോഷ്ടിക്കാനാണ് അവർക്ക് താല്പര്യം. അത് മോഷ്ടിക്കുക മാത്രമല്ല, അത് ശേഖരിച്ച് അതിൻ്റെ സ്പർശനത്തിലൂടെ, അതിൽ നിന്ന് ലഭിക്കുന്ന ഗന്ധത്തിലൂടെ ഇവരൊരു പ്രത്യേക ലോകത്തേക്ക് മാറുകയാണ്. ഇവരുടെ മാനസികാവസ്ഥ ആ ലെവലിലേക്ക് വഴിമാറുകയാണ്. അതായത് ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തേജന അല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തിയേക്കാൾ ഇവർക്ക് ഈ പദാർത്ഥ അനുരാഗത്തിലൂടെ ലഭിക്കുന്ന അനുരാഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈംഗിക സംതൃപ്തിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ വളരുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ കുടുംബ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും കുടുംബജീവിതത്തിൽ അത് താളപ്പിഴകൾ ഉണ്ടാകാനായിട്ട് ഉള്ള സാധ്യതകൾ വളരെയാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ ഉറക്കുമ്പോൾ ഒരു തലയണയൊക്കെ അടുത്ത് വെച്ചിട്ട് അമ്മ ഇവിടെ അടുത്തുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് കുട്ടിക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അമ്മയുടെ ചില വസ്ത്രങ്ങളെടുത്ത് കുഞ്ഞിനെ പുതപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് ധരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്മ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു തലയണയുടെ ഒരു സ്പർശവും അമ്മ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു മണവും ആ കുട്ടിക്ക് ലഭിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷത്തിൽ, ആ ഒരു ഫീലിങ്ങിൽ കുട്ടി സുഖമായി ഉറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പദാർത്ഥ അനുരാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ പദാർത്ഥത്തിലൂടെ കുഞ്ഞിന് ലഭിക്കുന്ന ഈ മണവും ഈ സ്പർശനവുമാണ് പിന്നീട് ഇതൊരു അനുരാഗമായിട്ട് വളരുവാനുള്ള എൻ്റെ ഒരു തുടക്കം എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു കണ്ടെത്തൽ. ഈ പദാർത്ഥാനുരാഗം എന്ന് വിളിക്കുന്ന ഈ ഫെറ്റിസിസം യഥാർത്ഥത്തിൽ അപകടകാരിയല്ല. അതായത് ഇതൊരു ലൈംഗിക വ്യതിയാനമാണെങ്കിലും നിയമപരമായിട്ട് ഇതിന് യാതൊരു വിധമായ നിലനിൽപ്പുമില്ല. എന്നാൽ ഇത് വ്യക്തി ജീവിതത്തെയോ കുടുംബജീവിതത്തെയോ സമൂഹത്തെയോ
ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉടലെടുക്കേണ്ടി വന്നാൽ അപ്പോഴാണ് ആ പ്രശ്നങ്ങൾ വലുതാകുന്നതും ഇവർക്ക് മാനസികമായ അല്ലെങ്കിൽ ഇവർക്ക് സൈക്കോതെറാപ്പി പോലുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇത് അപകടകാരി അല്ലെങ്കിലും അപകടകാരിയായ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഈ ക്രിമിനൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ലൈംഗിക സംതൃപ്തിയിലേക്ക് എത്തിച്ചേരുന്നവരുണ്ട്. അതായത് തീ കത്തിച്ച് തീ കാണുമ്പോൾ ഒരു ലൈംഗിക അനുഭൂതി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്വയം തീ കത്തിച്ച് അനുഭൂതിയിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അപകടങ്ങൾ കണ്ട് ഒരു ലൈംഗിക സംതൃപ്തി അനുഭവിക്കുന്നവരുണ്ട്. അപകടങ്ങൾ വരുത്തി, അതായത് മറ്റെന്തെങ്കിലും അപകടങ്ങൾ വരുത്തുക, ബസ് മറിക്കുക, ബസ്സിൻ്റെ കാറ്റഴിച്ചു വിടുക, ട്രെയിൻ കത്തിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ട് അത് അവരെ ഒരു ലൈംഗിക സംതൃപ്തി വരുത്തുന്നു എന്നുള്ള ഒരു അനുഭൂതി അവർ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഈ എതിർലിംഗത്തിൽപ്പെട്ടവരോട് സംസാരിക്കാനോ അവരുമായിട്ട് ഇടപഴകാനോ ഉള്ള ഒരു മാനസിക അവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. ഇവരെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ മിക്കപ്പോഴും ഭയത്തിന് അടിമപ്പെട്ടവരായിരിക്കും, ഉത്കണ്ഠയ്ക്ക് അടിമപ്പെട്ടവരായിരിക്കും. അപകർഷതാബോധം ഇവരിൽ സാധാരണയിൽ കവിഞ്ഞ് ഏറിയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ ആണ് യഥാർത്ഥത്തിൽ, അതായത് മാത്രവുമല്ല ഈ ലൈംഗികതയെക്കുറിച്ചുള്ള വളരെ വികലമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരും ആണ് ഇവരെ സംബന്ധിച്ച് അവർ അതിന് ഒരു നല്ല രീതിയിലുള്ള ഒരു ചികിത്സ എടുത്ത് അത് മാറ്റിയില്ല എങ്കിൽ പിൽക്കാലത്ത് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് വ്യക്തിപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ അവരുടെ വ്യക്തിത്വത്തിനോ ഒക്കെ ഓർലേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ചാപ്റ്റർ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതേപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഞാൻ തോമസ് വർഗീസ്.